തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നാടകീയ രംഗങ്ങൾ. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിട്ടും അധികാരം പിടിക്കാൻ വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന് സാധിക്കുന്നില്ല. 107 MLA-മാരും കൂട്ടത്തോടെ രാജിവെക്കുമെന്ന കർശന മുന്നറിയിപ്പ് ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നു. ഒരു രണ്ടാമത്തെ ജനവിധിയിലേക്ക് സംസ്ഥാനം നീങ്ങുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. തമിഴ്നാട്ടിൽ വീണ്ടും തിരഞ്ഞെടുപ്പോ? തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരാട്ടം മുറുകുകയാണ്. രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാടകീയമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിട്ടും അധികാരം പിടിക്കാൻ വിജയ്ക്ക് സാധിക്കുന്നില്ല. തമിഴക വെട്രിക്കഴകത്തിന് മുന്നിൽ ചോദ്യങ്ങൾ ഏറെ. ഈ സമയത്ത് വജ്രായുധം തന്നെയാണ് വിജയ് പ്രയോഗിക്കുന്നത്. അതായത് DMK-യോ AIDMK-യോ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ കടുത്ത നടപടി തന്നെയാണ് തമിഴക വെട്രിക്കഴകം എടുക്കുന്നത്. തങ്ങളുടെ MLA-മാരുടെ കൂട്ടരാജി പരിഗണിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് കൂടുതൽ ആക്കം നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ ശരിക്കും വിജയുടെ തമിഴക വെട്രിക്കഴകത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. TVK-യെ അവഗണിച്ച് സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചാൽ തങ്ങളുടെ 107 MLA-മാരും കൂട്ടത്തോടെ രാജിവെക്കുമെന്ന കർശന മുന്നറിയിപ്പ് ശരിക്കും തമിഴ്നാടിനെ വിറപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 190 പ്രകാരമാണ് ഒരു MLA സ്പീക്കർക്ക് രാജി സമർപ്പിക്കേണ്ടത്. എന്നാൽ 107 പേർ ഒരേ സമയം രാജി നൽകിയാൽ സ്പീക്കർക്ക് അത് സ്വീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെയൊരു സംഭവം നടന്നാൽ ഓരോ അംഗത്തെയും നേരിട്ട് വിളിച്ച രാജി സ്വമേധയുള്ളതാണോ, ഇതിന് പിന്നിൽ ആരുടെയെങ്കിലും പ്രേരണയോ ഭീഷണിയോ ഉണ്ടോ എന്നും സ്പീക്കർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ പ്രക്രിയ നീണ്ടുപോകുന്നത് രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ അനിശ്ചിതത്വങ്ങൾക്ക് ആക്കം കൂട്ടും. അങ്ങനെ സ്പീക്കർ രാജികളെല്ലാം അംഗീകരിച്ചാൽ തമിഴ്നാട് നിയമസഭയിലെ പകുതിയോളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കും. മാത്രമല്ല, അങ്ങനെയൊരു സീറ്റ് ഒഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പും നടത്തണം. തമിഴ്നാട്ടിൽ പുതിയ സഭ നിലവിൽ വന്നതേയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഈ 107 മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന തന്നെയാണ്. ഒരു പൊതുതെരഞ്ഞെടുപ്പിന് തുല്യമാണ് ആ രീതി. ഇതിനാവശ്യമായ ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനയും വിന്യസിക്കുന്നതും വലിയ സാമ്പത്തിക വെല്ലുവിളികളും ഉയർത്തും. എന്നാൽ ഇത്തരത്തിൽ ഭരണഘടനാപരമായ സ്തംഭനാവസ്ഥ വന്നാൽ ഗവർണർക്ക് ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാം. കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ സംസ്ഥാനത്തിന്റെ ഭരണം നേരിട്ട് കേന്ദ്രത്തിന്റെ കൈകളിലുമെത്തും. രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നാൽ നിയമസഭ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. TVK-ക്ക് നിലവിൽ ഭൂരിപക്ഷത്തിനാവശ്യമായ 118 സീറ്റുകൾക്ക് 6 പേരുടെ കുറവ് കൂടിയാണുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സാഹചര്യം തമിഴ്നാടിനെ മാസങ്ങൾ നീണ്ട ഭരണപരമായ അനിശ്ചിതത്വത്തിലേക്കാണ് തള്ളിവിടുന്നത്. വികസന പ്രവർത്തനങ്ങളെയും അത് ബാധിക്കും. ഗവർണറും സ്പീക്കറും തമ്മിലുള്ള നിയമ പോരാട്ടങ്ങൾക്കും വഴിയൊരുക്കും. തമിഴിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമോ എന്ന സംശയമാണ് ഇപ്പോൾ കാണേണ്ടത്. മാത്രമല്ല, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഗവർണറുടെ തീരുമാനങ്ങളും സ്പീക്കറുടെ നിലപാടുകളും ഇതിൽ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.